ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ബേസിക് സയൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പറിൻ്റെ ബാക്കി ചോദ്യങ്ങൾ കൂടി നോക്കാം. ചോദ്യം ഇതാണ്: അയഡിൻ ടെസ്റ്റിലൂടെ അന്നജ സാന്നിധ്യം പരിശോധിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങളാണ് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ ഭക്ഷ്യവസ്തുക്കൾ, അയഡിൻ ചേർത്തപ്പോഴുള്ള നിറം, കടും നീല നിറം, ഇളം നീല നിറം, ഓറഞ്ച് നിറം എന്നിങ്ങനെ നമ്മൾ എഴുതണം. മുട്ട, ചോറ്, വേവിച്ച ഉരുളക്കിഴങ്ങ്, തക്കാളി, പാൽ. ആദ്യത്തെ ചോദ്യം: ഈ പട്ടിക പരിശോധിച്ച് എത്തിച്ചേരാവുന്ന നിഗമനങ്ങൾ എന്തെല്ലാം? ഉത്തരം: ചോറിലും വേവിച്ച ഉരുളക്കിഴങ്ങിലും അന്നജം ധാരാളമായി അടങ്ങിയിരിക്കുന്നു. കാരണം അയഡിൻ ചേർത്തപ്പോൾ കടും നീല നിറം കാണുന്നു. അപ്പോൾ ചോറ്, വേവിച്ച ഉരുളക്കിഴങ്ങിൻ്റെ ഏതിലാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്? കടും നീല നിറത്തിലാണ്. മുട്ടയിൽ കുറഞ്ഞ അളവിൽ അന്നജം അടങ്ങിയിരിക്കുന്നു. കാരണം അയഡിൻ ചേർത്തപ്പോൾ ഇളം നീല നിറം കാണുന്നു. അപ്പോൾ മുട്ടയുടെ അത് എവിടെയാണ് ടിക്ക് ചെയ്യേണ്ടത്? ഇളം നീല നിറത്തിലാണ്. പിന്നെ തക്കാളിയിലും പാലിലും അന്നജമില്ല. കാരണം അയഡിൻ ചേർത്തപ്പോൾ നിറം മാറ്റം ഉണ്ടാകുന്നില്ല. വാട്ട് കൺക്ലൂഷൻ ക്യാൻ ബി drawn from this table? Rice and boiled potato turned deep blue, indicating a high presence of starch. Turned a light blue, suggesting small amount of starch. Egg showed no blue color change, indicating the absence of starch. Tomato. അടുത്ത ചോദ്യം: ഈ ഭക്ഷ്യവസ്തുക്കൾ പ്രോട്ടീൻ ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം? ഉത്തരം: ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം ഭക്ഷ്യവസ്തു എടുക്കുക, അതിലേക്ക് അല്പം കോപ്പർ സൾഫേറ്റ് ലായനി ചേർക്കുക, അതിനുശേഷം അല്പം സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി ചേർക്കുക. വയലറ്റ് നിറം കാണുകയാണെങ്കിൽ അതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഹൗ ക്യാൻ യു ഡിറ്റർമൈൻ ഇഫ് ദീസ് ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ പ്രോട്ടീൻ? ടേക്ക് എ സ്മോൾ എമൗണ്ട് ഓഫ് the food item and make a liquid extract or paste. Add a few drops of burette reagent, a solution of copper sulfate and sodium hydroxide to the sample. If protein is present, the solution will turn purple or violet. If protein is absent, the solution will remain blue. അടുത്ത ചോദ്യം: എലിശല്യം വർദ്ധിക്കുന്നു. വയൽനാട്ടുകര നെൽപ്പാടങ്ങളിൽ എലികൾ ക്രമാതീതമായി പെരുകുന്നു. വ്യാപകമായ കൃഷിനാശമാണ് മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എലികളെ മുഖ്യഭക്ഷണമാക്കിയിരിക്കുന്ന ചേരകളുടെ നാശമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പത്രവാർത്ത ശ്രദ്ധിച്ചല്ലോ. ഒരു ജീവിവർഗത്തിൻ്റെ നാശം ആവാസ വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ആദ്യത്തെ ചോദ്യം: ഒരു പ്രദേശത്ത് തവളകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞാൽ അത് നെൽകൃഷിയെ എങ്ങനെ ബാധിക്കും? ആവാസ വ്യവസ്ഥയിൽ മറ്റെന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും? ഉത്തരം എന്താണ്? തവളകളുടെ എണ്ണം കുറഞ്ഞാൽ നെൽകൃഷിയിൽ കീടങ്ങളുടെ എണ്ണം കൂടും. തവളകൾ കീടങ്ങളെ ഭക്ഷിക്കുന്നതിനാൽ അവയുടെ എണ്ണം കുറയുമ്പോൾ കീടങ്ങൾ പെരുകും. ഇത് നെൽകൃഷിക്ക് നാശം വരുത്തും. ആവാസ വ്യവസ്ഥയിൽ മറ്റു മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പാമ്പുകളുടെ എണ്ണം കുറയും, ഈച്ചകളുടെയും കൊതുകുകളുടെയും എണ്ണം കൂടും, ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ഒന്നും കൂടി ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. വയൽനാട്ടുകര റാറ്റ്സ് ആർ മൾട്ടിപ്ലൈയിങ് എക്സസീവ്ലി ഇൻ പാഡി ഫീൽഡ്സ്. വൈഡ് സ്പ്രെഡ് ക്രോപ്പ് ഡാമേജ് ഈസ് ബീയിങ് റിപ്പോർട്ടഡ് ഇൻ ദി ഏരിയ. ദി ഡിസ്ട്രക്ഷൻ ഓഫ് snakes which primarily feed on rats is being cited as the reason for this. Have you read the newspaper report? The destruction of a species creates problem in the ecosystem. അതിൽ ആദ്യത്തെ ചോദ്യം: if the number of frogs in an area decreases drastically, how will it affect paddy cultivation? What are the changes will occur in the ecosystem? അതിൻ്റെ ആൻസർ: if the number of frogs decreases, the number of pests in the paddy cultivation will increase. As frogs eat pests, their decrease will lead to the pest proliferation,
causing damage to paddy cultivation. Other changes in the ecosystem. The number of snakes will decrease. The number of flies and mosquitoes will increase. The balance of the ecosystem will be disrupted. അതിൽ രണ്ടാമത്തെ ചോദ്യം, പരിസ്ഥിതി സംരക്ഷണ സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ഒരു ബോക്സ് വരച്ച് അതിൽ പടങ്ങളൊക്കെ വരയ്ക്കാം. അതിനുശേഷം ഇങ്ങനെ എഴുതാം ഹെഡിങ്: പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവനെ നിലനിർത്തുക. അതിലൊരു പോയിൻ്റ് എഴുതാം: വൃക്ഷങ്ങൾ നടുക, ജലം സംരക്ഷിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജീവികളെ സ്നേഹിക്കുക, പരിപാലിക്കുക. അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും പിക്ചറും കൂടി അതിൽ വരയ്ക്കാം. Prepare a poster conveying an environmental protection message. Answer: protect nature, sustain life. Plant trees, conserve water. അതൊരു പോയിൻ്റാണ്. ഇനിയൊരു പോയിൻ്റ് എങ്ങനെ എഴുതാം? റെഡ്യൂസ് പ്ലാസ്റ്റിക് യൂസേജ്. വേറൊരു പോയിൻ്റ് ലവ് ആൻഡ് കെയർ ഫോർ ആനിമൽസ്. അടുത്ത ചോദ്യം, ബാർ മാഗ്നറ്റിൽ ഇരുമ്പ് പൊടി ആകർഷിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. അതിൽ ആദ്യത്തെ ചോദ്യം, ചിത്രം 1, ചിത്രം 2 എന്നിവ നിരീക്ഷിച്ചല്ലോ. ഇതിൽ ഏത് ചിത്രമാണ് ശരി എന്നതാണ് ആദ്യത്തെ ചോദ്യം. ചിത്രം 2 ആണ് ശരി. You have observed image 1 and image 2. Which of these image is correct? Image 2 is correct. പിന്നെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് വ്യക്തമാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞൊരു ചിത്രം 2 ആണ് ശരിയെന്ന്. അത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കുക. പിന്നെ വ്യത്യസ്ത കാന്തങ്ങളുടെ കാന്തിക ശക്തി പരിശോധിക്കുന്ന പരീക്ഷണം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് ഒരു ആൻസർ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ: കാന്തത്തിൻ്റെ ധ്രുവങ്ങളിലാണ് കാന്തിക ശക്തി കൂടുതൽ അനുഭവപ്പെടുന്നത്. അതിനാൽ ഇരുമ്പ് പൊടി ധ്രുവങ്ങളിൽ കൂടുതൽ ആകർഷിക്കപ്പെടുന്നു. അതാണ് ഉത്തരം. അപ്പോൾ നമ്മൾ ഇമേജ് 2 ആണ് കറക്റ്റ് എന്ന് പറഞ്ഞു. എക്സ്പ്ലെയിൻ വൈ. Magnetic strength is more pronounced at the poles of the magnet. Therefore, iron filings are more attracted to the poles. അതിൽ മൂന്നാമത്തെ ചോദ്യം, നിരീക്ഷണ ഫലത്തിൽ നിന്നും എത്തിച്ചേരാൻ കഴിയുന്ന നിഗമനം എന്ത്? കാന്തത്തിൻ്റെ ശക്തി അതിൻ്റെ ധ്രുവങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു. കാന്തത്തിൽ നിന്ന് അകലം കൂടുന്തോറും കാന്തിക ശക്തി കുറയുന്നു. What conclusion can be drawn from the observation result? The strength of a magnet is concentrated at its pole. The magnetic strength decreases as the distance from the magnet increases. അടുത്ത ചോദ്യം, കുട്ടി ആകാശഗോളങ്ങളെ ക്രമീകരിച്ചെഴുതിയ പട്ടികയാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ ശരിയാക്കി എഴുതുക. അതിൽ നക്ഷത്രം തിരുവാതിര, സിറിയസ്, ടൈറ്റൻ. ഗ്രഹം ചന്ദ്രൻ, വ്യാഴം, ബുധൻ. ഉപഗ്രഹം ശനി, സൂര്യൻ, ഗാനിമീഡ്. അപ്പോൾ അതിൽ നക്ഷത്രം തിരുവാതിര, സിറിയസ്, കാനോപ്പസ്. ടൈറ്റൻ ഒരു ഉപഗ്രഹമാണ്. ഗ്രഹം ബുധൻ, വ്യാഴം, ശനി. ചന്ദ്രൻ ഒരു ഉപഗ്രഹമാണ്. ഈ ഉപഗ്രഹങ്ങളിൽ ഏതാണ്? ചന്ദ്രൻ, ഗാനിമീഡ്, ടൈറ്റൻ. സൂര്യൻ ഒരു നക്ഷത്രമാണ്. The table below shows how a child has arranged celestial bodies. Correct the mistakes if any. Star തിരുവാതിര, സിറിയസ്, ടൈറ്റൻ. Planet Moon, Jupiter, Mercury. Satellite Saturn, Sun, Ganymede. അപ്പോൾ ആൻസർ സ്റ്റാറിൽ എന്തൊക്കെ എഴുതാം? തിരുവാതിര, സിറിയസ്, കാനോപ്പസ്. ടൈറ്റൻ ഈസ് എ സാറ്റലൈറ്റ്. പ്ലാനറ്റിൽ മെർക്കുറി, ജൂപ്പിറ്റർ, സാറ്റേൺ. മൂൺ ഈസ് എ സാറ്റലൈറ്റ്. സാറ്റലൈറ്റിൽ മൂൺ, ഗാനിമീഡ്. ടൈറ്റൻ. സൺ ഈസ് എ സ്റ്റാർ. അടുത്ത ചോദ്യം, കൂട്ടങ്ങളുടെ ചിത്രം നിരീക്ഷിക്കുക. ചിത്രത്തിലെ നക്ഷത്രക്കൂട്ടങ്ങളെ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. അതിൽ ഒന്നാമത്തെ ചിത്രം ഏതാണ്? സപ്തർഷികൾ. രണ്ടാമത്തേത് ഓറിയോൺ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? നെയിം ഓഫ് ദ സ്റ്റാർ കോൺസ്റ്റലേഷൻസ്.
പിക്ചർ 1 സപ്തർഷി, പിക്ചർ 2 ഓറിയോൺ. അടുത്ത ചോദ്യം, പദാർത്ഥങ്ങളും അവയിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളും രേഖപ്പെടുത്തിയ പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പദാർത്ഥം, പിന്നെ അതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകൾ. അന്തരീക്ഷവായു അടങ്ങിയിരിക്കുന്ന തന്മാത്രകളോ? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. പിച്ചള, സിങ്ക്, കോപ്പർ. ഓക്സിജൻ, ഓക്സിജൻ. സ്വർണ്ണാഭരണം, സ്വർണം, ചെമ്പ്. പഞ്ചസാര, പഞ്ചസാര. സ്വർണം, സ്വർണം. അതിൽ ആദ്യത്തെ ചോദ്യം, പട്ടികയിൽ നിന്ന് ശുദ്ധപദാർത്ഥങ്ങളെ കണ്ടെത്തി എഴുതുക. അപ്പോൾ ആൻസർ എന്താണ്? ഓക്സിജൻ, പഞ്ചസാര, സ്വർണം. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ പ്യുവർ സബ്സ്റ്റൻസസ് ഫ്രം ദി ടേബിൾ. ആൻസർ ഓക്സിജൻ, ഷുഗർ, ഗോൾഡ്. അടുത്ത ചോദ്യം, സ്വർണവും സ്വർണ്ണാഭരണവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? വിശദീകരിക്കുക. ഒരു ശുദ്ധലോഹമാണ് സ്വർണം. അതിൽ സ്വർണം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. എന്നാൽ സ്വർണ്ണാഭരണം സ്വർണവും ചെമ്പും ചേർന്ന ഒരു മിശ്രിതമാണ്. സ്വർണത്തിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാനും നിറം മാറ്റാനും ചെമ്പ് ചേർക്കുന്നു. അതിനാൽ സ്വർണ്ണാഭരണം ഒരു മിശ്രിതമാണ്. സ്വർണം ശുദ്ധ പദാർത്ഥമാണ്. How do gold and gold ornament differ? Explain. Gold is a pure metal containing only gold atoms. A gold ornament is a mixture of gold and copper. Copper is added to gold to increase its hardness and modify its color. Therefore, a gold ornament is a mixture while gold is a pure substance. Last question. ചില പ്രവർത്തനങ്ങൾ തന്നിരിക്കുന്നു. കൈ വട്ടത്തിൽ തിരിക്കുന്നു, കാൽമുട്ട് മടക്കിയിരിക്കുന്നു, കഴുത്ത് തിരിച്ച് ഇരുദിശകളിലേക്ക് നോക്കുന്നു. ഇതിൽ ആദ്യത്തെ ചോദ്യം, മുകളിൽ കൊടുത്ത പ്രവർത്തനങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന അസ്ഥിസന്ധികളുടെ പേരെഴുതുക. അപ്പോൾ കൈ വട്ടത്തിൽ തിരിക്കുന്നത് തോളെല്ല് സന്ധി, കാൽമുട്ട് മടക്കിയിരിക്കുന്നു, കാൽമുട്ട് സന്ധി. പിന്നെ കഴുത്ത് തിരിച്ച് ഇരുദിശകളിലേക്ക് നോക്കുന്നു, കഴുത്തിലെ കശേരുക്കൾ. Some activities are given. Rotate the hand in a circular motion, bend the knee and sit, turn the neck and look in both directions. Write the names of the bones joined that help to perform the activities given above. Rotate the hand in a circular motion, shoulder joint. Bend the knee and sit, knee joint. Turn the neck and look in both directions, cervical vertebrae. അടുത്ത ചോദ്യം, അസ്ഥിഭംഗം ഉണ്ടായ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? അസ്ഥിഭംഗം സംഭവിച്ച ഭാഗം അനക്കാതെ ശ്രദ്ധിക്കുക. വേദന കുറയ്ക്കാൻ തണുത്ത തുണി അല്ലെങ്കിൽ ഐസ് വയ്ക്കുക. ആവശ്യമെങ്കിൽ വേദന സംഹാരികൾ നൽകാം. വേഗം ആശുപത്രിയിൽ എത്തിക്കുക. What can we do before taking a person with a fracture to the hospital? Keep the fractured area still and avoid movement. Apply a cold compress or ice to reduce pain. Administer pain reliefs if necessary. Take the person to the hospital as quickly as possible. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.